നമ്മളെല്ലാവരും ഒരുപാട് വർഷങ്ങളായി സിനിമ കാണുന്നവരാണ്. നമ്മൾ ചെറുപ്പത്തിൽ കണ്ട സിനിമകളിൽ വളരെ കുറച്ച് സീനുകളിൽ മാത്രം അഭിനയിച്ചു പോയിട്ടുള്ള ചില നടീനടന്മാരുണ്ട്. എന്നാൽ അവരാരാണെന്നോ അവരുടെ പേരെന്താണെന്ന് പോലും നമുക്കറിയില്ലായിരിക്കാം. ചില നടീനടന്മാർ ഒന്നോ രണ്ടോ സിനിമയിൽ മാത്രം അഭിനയിച്ച ശേഷം അപ്രത്യക്ഷമായി പോയിട്ടുണ്ട്. അവർ ആരൊക്കെയാണ്, അവർക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്നൊക്കെ അറിയാൻ നമ്മളിൽ പലർക്കും ഒരുപക്ഷെ ആഗ്രഹമുണ്ടായിരിക്കും. അത്തരത്തിൽ ഒരു കാലത്ത് മലയാള സിനിമയിൽ മുഖം കാണിച്ച് പിന്നീട് അപ്രത്യക്ഷമായി പോയവരെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോകൾ ഈ ചാനലിൽ മുൻപ് ചെയ്തിട്ടുണ്ട്. അതിന്റെ മറ്റൊരു ഭാഗമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായി കണ്ടതിനു ശേഷം മാത്രം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രാവണപ്രഭു. കഴിഞ്ഞ ആഴ്ച രാവണപ്രഭു റീ റിലീസ് ചെയ്ത സമയത്ത് സിനിമ കണ്ടപ്പോൾ ആ സിനിമയിൽ അഭിനയിച്ച രണ്ട് കഥാപാത്രങ്ങളെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഇവരുടെ മുഖം നമുക്ക് ഓർമ്മയുണ്ട്, എന്നാൽ പേരെന്താണെന്നോ അവർ എന്ത് ചെയ്യുന്നെന്നോ ഇപ്പോഴും പലർക്കും അറിവുണ്ടായിരിക്കില്ല. ആ രണ്ടു പേരിൽ ഒരാളാണ് ഈ കഥാപാത്രം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഫേക്ക് എൻഫോഴ്സ്മെന്റ് ഓഫീസറായി വന്ന് മോഹൻലാലിനോട് താൻ ആരാണെന്ന് ചോദിച്ച ഈ ഒരു കഥാപാത്രത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? വളരെ കുറച്ചു നേരം മാത്രമാണ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇദ്ദേഹത്തിന്റെ മുഖം നമുക്ക് ഇപ്പോഴും പരിചയമുണ്ട്. ഇദ്ദേഹം ഈ സിനിമയിൽ മാത്രമല്ല, മമ്മൂട്ടിയുടെ ഹിറ്റ്ലർ എന്ന സിനിമയിൽ ബാർബറായും അഭിനയിച്ചിട്ടുണ്ട്. വളരെ കുറച്ച് ഡയലോഗ് മാത്രമേ ഉള്ളുവെങ്കിൽ പോലും ആൾക്ക് നല്ല ടൈമിംഗ് ഉണ്ട്. ഇദ്ദേഹത്തിന്റെ പേര് ബാബു സെബാസ്റ്റ്യൻ എന്നാണ്. എന്നാൽ ഈ വ്യക്തി ആളത്ര നിസ്സാരക്കാരനല്ല. സംവിധായകരായ ശ്യാമപ്രസാദ്, രഞ്ജിത്ത് എന്നിവരുടെ കൂടെ നാടകരംഗത്ത് പ്രവർത്തിച്ച് പിന്നീട് 18 വർഷമായി സ്കൂൾ ഓഫ് ഡ്രാമയിൽ പ്രധാന അധ്യാപകനായിരുന്നു ബാബു സെബാസ്റ്റ്യൻ. സിദ്ദിഖ് ലാലിന്റെ ഹിറ്റ്ലർ എന്ന സിനിമയിൽ ബാർബറായി തുടങ്ങി പിന്നീട് രാവണപ്രഭു, അതിനുശേഷം ഒരു വലിയ ഗ്യാപ്പ് കഴിഞ്ഞ് VK പ്രകാശിന്റെ ലൈവ് എന്ന സിനിമയിലും പാലും പഴവും എന്ന സിനിമയിലും ജോജു ജോർജിന്റെ പണി എന്ന സിനിമയിലും പോലീസ് കഥാപാത്രമായി അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, മോഹൻലാലിന്റെ തുടരും എന്ന സിനിമയിൽ ലാലി എന്ന ഒരു ചെറിയ കഥാപാത്രമായി പോലീസ് സ്റ്റേഷനിൽ വെച്ച് നമ്മൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. സ്കൂൾ ഓഫ് ഡ്രാമയിൽ 18 വർഷത്തെ പരിചയം ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് സിനിമയിൽ കാര്യമായ വേഷമൊന്നും ലഭിച്ചിട്ടില്ല. എന്നാൽ തനിക്ക് കിട്ടിയ ഓരോ ചെറിയ വേഷങ്ങൾ വളരെ തന്മയത്വത്തോടു കൂടി അദ്ദേഹം ഇപ്പോഴും അവതരിപ്പിക്കാറുണ്ട്. രാവണപ്രഭു എന്ന സിനിമയിൽ ഞാൻ ശ്രദ്ധിച്ച രണ്ടാമത്തെ കഥാപാത്രമാണ് മുണ്ടക്കൽ ശേഖരന്റെ ഭാര്യയായ ഈ ഒരു നടി. ഈ നടിയുടെ പേര് ഫാത്തിമ ബാബു എന്നാണ്. പല നടിമാരും അവതാരികയായി തുടങ്ങി പിന്നീട് സിനിമയിൽ കയറിയെങ്കിൽ ഫാത്തിമ ബാബു വാർത്താ അവതാരികയായി വന്ന് പിന്നീട് സിനിമയിൽ കയറിയ നടിയാണ്. 80കളുടെ അവസാനത്തിൽ ദൂരദർശന്റെ തമിഴ് പതിപ്പിലെ വാർത്താ അവതാരികയായിരുന്നു ഫാത്തിമ ബാബു. രാവണപ്രഭുവിലെ മുണ്ടക്കൽ ശേഖരന്റെ ഭാര്യയുടെ കഥാപാത്രം മാത്രമല്ല, മോഹൻലാലിന്റെ ഒരുപാട് സിനിമകളിൽ ഫാത്തിമ ബാബു അഭിനയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഹലോ എന്ന സിനിമയിൽ മോഹൻലാലിന്റെ അമ്മയായും പിന്നീട് ഒന്നാമൻ, അലക്സാണ്ടർ ദ ഗ്രേറ്റ്, മാടമ്പി, ഒരു നാൾ വരും, ഭ്രമരം, ശിക്കാർ, അലിബായ് തുടങ്ങിയ ഒരുപാട് മോഹൻലാൽ സിനിമകളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഗ്രാൻഡ് മാസ്റ്റർ എന്ന സിനിമയിൽ കൊല്ലപ്പെടുന്ന ആലീസ് എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നായിരുന്നു. 20ഓളം മലയാള സിനിമയിൽ അഭിനയിച്ച് 2014 അവസാന സിനിമയ്ക്ക് ശേഷം ചെറുതായി രാഷ്ട്രീയത്തിലും ഒരു കൈ നോക്കിയ ഫാത്തിമ ബാബു ഇപ്പോൾ ചെറിയ TV പരിപാടികളുമായി കുടുംബജീവിതം ആസ്വദിക്കുകയാണ്. അനുരാഗ കൊട്ടാരം. 1998 പുറത്തിറങ്ങിയ വിനയൻ ദിലീപ് സിനിമയാണ് അനുരാഗ കൊട്ടാരം. സിനിമയിലെ വളരെ നിഷ്കളങ്കയായ നായികയെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കേവലം ഒരു മലയാള സിനിമയിൽ മാത്രം അഭിനയിച്ച് നല്ല മലയാള തനിമ തോന്നിക്കുന്ന ഈ ഒരു നായികയുടെ പേര് സുവാലക്ഷ്മി എന്നാണ്. എന്നാൽ സുവാലക്ഷ്മി നമ്മളെ ഓരോരുത്തരും അത്ഭുതപ്പെടുത്തിയ ഒരു നടിയും കൂടിയാണ്. കാരണം സാക്ഷാൽ സത്യജിത്ത് റായ് എന്ന സംവിധായകൻ കണ്ടെത്തി അദ്ദേഹത്തിന്റെ സിനിമയിലൂടെയാണ് സുവാലക്ഷ്മി സിനിമാ ലോകത്തേക്ക് കടന്നു വരുന്നത്. എന്നാൽ ആ സമയം കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സുവാലക്ഷ്മിയുടെ സഹോദരൻ ബൈക്ക് അപകടത്തിൽ മരണപ്പെട്ടത് മൂലം കുടുംബത്തിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടി സുവാലക്ഷ്മി തമിഴ് സിനിമയിൽ അഭിനയിക്കാൻ തീരുമാനിക്കുന്നു. അജിത്തിന്റെ ആസയിൽ യമുന എന്ന കഥാപാത്രമായും വിജയുടെ ലവ് ടുഡേ എന്ന സിനിമയിലും മികച്ച റോളുകളാണ് സുവാലക്ഷ്മിക്ക് കിട്ടിയത്. സിനിമയിൽ അഭിനയിക്കുന്നതോടൊപ്പം തന്നെ സുവാലക്ഷ്മി LLB പഠിച്ച് പാസ്സായി തന്റെ മരണപ്പെട്ട സഹോദരന്റെ ആഗ്രഹം പൂർത്തീകരിച്ചു. എന്നാൽ ആ സമയത്ത് വളരെ പ്രശസ്തി കിട്ടിയ സുവാലക്ഷ്മിക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. അതായത് എത്ര പൈസ കിട്ടിയാലും താൻ ഒരിക്കലും ഗ്ലാമർ രംഗങ്ങളിൽ അഭിനയിക്കില്ല എന്നുള്ളത്. വ്യത്യസ്ത ഭാഷകളിൽ ഡയലോഗുകൾക്ക് കൊടുത്ത സുവാലക്ഷ്മിയുടെ ലിപ്സിംഗിംഗ് എല്ലാം ഡീസന്റ് ആയിരുന്നു. കേവലം 9 വർഷം മാത്രം ഉണ്ടായിരുന്ന സിനിമാ ജീവിതം 2003 അവസാനിപ്പിച്ച വിവാഹിതയായ സുവാലക്ഷ്മി അമേരിക്കയിൽ കുടുംബത്തോടൊപ്പം ജീവിതം ആസ്വദിക്കുകയാണ്. എന്തൊക്കെയാണെങ്കിലും സത്യജിത്ത് റായ് കണ്ടെത്തിയ സുവാലക്ഷ്മിയുടെ തുടർന്നുള്ള കരിയർ കാണാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. കാരണം സുവാലക്ഷ്മിയോടൊപ്പമുള്ള അദ്ദേഹത്തിന്റെ ചിത്രം പൂർത്തീകരിക്കുന്നതിനിടെ അദ്ദേഹം മരണപ്പെടുകയും പിന്നീട് അദ്ദേഹത്തിന്റെ മകനാണ് ആ സിനിമ പൂർത്തീകരിച്ചത്. യോധ. 1992 പുറത്തിറങ്ങിയ മോഹൻലാൽ സിനിമയാണ് യോധ. സിനിമയിൽ മോഹൻലാലിന് ആയോധന വിദ്യ പരിശീലിപ്പിച്ചു കൊടുക്കുന്ന നേപ്പാളി ട്രെയിനറെ നമുക്ക് പെട്ടെന്നൊന്നും മറക്കാൻ കഴിയില്ല അല്ലേ? എന്നാൽ നമ്മളിൽ പലരും ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ഈ ഒരു മലയാള സിനിമയിൽ മാത്രമാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് എന്നാണ്. എന്നാൽ സംഭവം അങ്ങനെയൊന്നുമല്ല. ഇദ്ദേഹത്തിന്റെ പേര് ഗോപാൽ രാജ് ഭൂട്ടാനി എന്നാണ്. ഇദ്ദേഹം ഒരു നടനും ആക്ഷൻ ഡയറക്ടറും ആർട്ട് ഡയറക്ടറും സിനിമാറ്റോഗ്രാഫറുമാണ്. ഒരു കാലത്ത് മ്യൂസിക്കും മെലോഡ്രാമയും മാത്രം ഉണ്ടായിരുന്ന നേപ്പാളി സിനിമയിൽ ആക്ഷൻ കൊണ്ടുവന്ന് നേപ്പാളി സിനിമയ്ക്ക് ആക്ഷന്റെ ഒരു പുതിയ അധ്യായം ഉണ്ടാക്കി കൊടുത്തത് ഇദ്ദേഹമാണ്. നേപ്പാളി സിനിമകളിൽ മാത്രമല്ല, ചില ബോളിവുഡ് സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. യോധയ്ക്കും 10 വർഷം മുൻപ് പുറത്തിറങ്ങിയ മറ്റൊരു മോഹൻലാൽ സിനിമയായ 1982 സിന്ദൂർ സന്ധ്യയ്ക്ക് മൗനം എന്ന സിനിമയിലാണ് ഇദ്ദേഹം ആദ്യമായി അഭിനയിച്ചത്. ഈ 2 സിനിമകളും നേപ്പാളിലാണ് ഷൂട്ട് ചെയ്തത് എന്ന് മാത്രമല്ല,
2 സിനിമകളിലെ നായകൻ മോഹൻലാൽ ആയിരുന്നു. എന്നാൽ 2010 ഗോപാൽ രാജ് ഭൂട്ടാനി ലങ് ക്യാൻസർ മൂലം മരണപ്പെട്ടു പോയിരുന്നു. മേഘം സിനിമയിൽ വളരെ മികച്ചൊരു തുടക്കം കിട്ടിയിട്ടും നല്ലൊരു ആക്ടർ ആവാനുള്ള എല്ലാ പൊട്ടൻഷ്യൽ ഉണ്ടായിട്ടും മനഃപൂർവ്വം തന്റെ കരിയർ ഇല്ലാതാക്കിയ ഒരാളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. 1999 പ്രിയദർശൻ മമ്മൂട്ടി സിനിമയായ മേഘത്തിൽ വളരെ കുറച്ചു നേരം മാത്രം കാണിക്കുന്ന ഒരു കഥാപാത്രമാണ് കൊച്ചിൻ ഹനീഫയുടെ ഭാര്യ. നിങ്ങളിൽ പലർക്കും ഈ നടി ആരാണെന്ന് അറിയാമായിരിക്കും. വേറെ ആരുമല്ല, ഒരു കാലത്ത് മലയാളത്തിലെ ബി ഗ്രേഡ് സിനിമകളിലെ റാണിയായിരുന്ന മരിയയാണ്. മരിയ ഫെർണാണ്ടസ് എന്ന മരിയ ഒരുപാട് നല്ല മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ചും മോഹൻലാലിന്റെ ഒരുപാട് സിനിമകളിൽ. 1994 മോഹൻലാലിന്റെ മിന്നാരത്തിലെ വധുവായും പിന്നീട് നിർണയം, കാലാപാനി, മാന്ത്രികം, ഉദയപുര സുൽത്താൻ, പല്ലാവൂർ ദേവനാരായണൻ, ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ തുടങ്ങി ഒരുപാട് ഹിറ്റ് സിനിമകളിലെ വേഷങ്ങളിൽ മരിയ അഭിനയിച്ചിരുന്നു. മിന്നാരത്തിൽ അഭിനയിക്കുമ്പോൾ മരിയ +2 പഠിക്കുകയായിരുന്നു. എന്നാൽ അഭിനയത്തോടൊപ്പം തന്നെ അവർ മാസ്റ്റേഴ്സും എഴുതിയെടുത്തിരുന്നു. അതിനുശേഷം 2000 തുടക്കത്തിൽ മലയാളത്തിൽ സംഭവിച്ച ബി ഗ്രേഡ് സിനിമകളുടെ വലിയ കുത്തൊഴുക്കിലേക്ക് മരിയ കടന്നു ചെന്നു. അത് മരിയയുടെ കരിയർ ഇല്ലാതെയാക്കി. ഇടയ്ക്ക് 1-2 സിനിമകളിൽ ഐറ്റം ഡാൻസറായി അഭിനയിച്ചെങ്കിലും വളരെ പെട്ടെന്നായിരുന്നു മരിയ സിനിമ ഉപേക്ഷിച്ച് അപ്രത്യക്ഷയായി പോയത്. കാതര എന്ന സിനിമയ്ക്ക് ശേഷം തന്റെ ഒരു സിനിമയും അവർ കണ്ടിട്ടില്ലെന്നും എല്ലാം തന്റെ പൂർണ്ണ സമ്മതത്തോടെയാണ് താൻ ചെയ്തതെന്നും മരിയ അവകാശപ്പെടുന്നുണ്ട്. ഒരു നല്ല നടിയായി വളർന്നു വരാനുള്ള എല്ലാ പൊട്ടൻഷ്യലും ഉണ്ടായിരുന്ന നല്ല സൗന്ദര്യവുമുള്ള ഒരു നടി മനഃപൂർവ്വം തന്റെ കരിയർ ഇല്ലാതാക്കിയതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് മരിയ. എന്നാൽ മരിയ ഇപ്പോൾ എവിടെയാണെന്നോ എന്ത് ചെയ്യുന്നെന്നോ അധികം ആർക്കും അറിയില്ല. മഴവിൽ കാവടി 1989 ജയറാം സിനിമയായ മഴവിൽ കാവടിയിൽ അമ്മിണിയെ പെണ്ണ് കാണാൻ വന്നവരിൽ മേനോന്റെ ആനയെ കുറ്റം പറയുന്ന അമ്മാവനെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? മുഖത്ത് വരുന്ന ചില പ്രത്യേക എക്സ്പ്രഷൻസും നാടൻ സംസാര ശൈലിയുമുള്ള ഈ നടന്റെ പേര് ദിവാകരൻ നായർ എന്നാണെങ്കിലും വെമ്പായം തമ്പി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. വളരെ ചെറിയ റോളുകളിൽ മാത്രം സിനിമയിൽ ശ്രദ്ധിക്കപ്പെട്ട ഇദ്ദേഹം അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമയിലെ സ്ഥിരം കഥാപാത്രമായിരുന്നു. തന്റെ മരണം വരെയുള്ള അടൂരിന്റെ എല്ലാ സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. മതിലുകൾ എന്ന സിനിമയിലെ തൊരപ്പനായി, അനന്തരത്തിലെ വീട്ടുജോലിക്കാരനായി, ഡോക്ടർ പശുപതിയിലെ ബീഡി തെറുപ്പുകാരനായി, അങ്ങനെ നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്ന സുപരിചിതനായ ഒരു അമ്മാവൻ ലുക്കിലാണ് അദ്ദേഹത്തെ സിനിമകളിൽ കണ്ടിരുന്നത്. മൂന്നാം പക്കം, ദേശാടനക്കിളി കരയാറില്ല, വിറ്റ്നസ് പോലുള്ള ഒരുപാട് മറ്റ് സിനിമകളിൽ അദ്ദേഹം ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ മുഖവും സംസാര രീതിയും എല്ലാം ഇപ്പോഴും പ്രേക്ഷകർ ഓർക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം. കന്മദം 1998 ലോഹിതദാസിന്റെ കന്മദം സിനിമയിൽ മഞ്ജു വാര്യരുടെ ഇളയ സഹോദരി രാജിയെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? 90കളുടെ അവസാനത്തിലും 2000 തുടക്കത്തിലുമുള്ള ഏതാനും മലയാള സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള ഈ നടിയുടെ പേര് ധന്യ മേനോൻ എന്നാണ്. നടിയായ നവ്യ നായർ ധന്യ വീണ എന്ന തന്റെ ഒറിജിനൽ പേര് മാറ്റാൻ കാരണം ഈ നടിയാണ് എന്ന് പലരും ഇപ്പോഴും അവകാശപ്പെടുന്നുണ്ട്. നായികയുടെ സഹോദരി, നായകന്റെ അനുജന്റെ പ്രണയിനി, കാമുകി എന്നിങ്ങനെ വളരെ സാധാരണ നിഷ്കളങ്കയായ കഥാപാത്രങ്ങളാണ് ധന്യ മേനോൻ സിനിമയിൽ കിട്ടിയിരുന്നത്. നിഷ്കളങ്കമായ ചിരി തന്നെയായിരുന്നു ധന്യ മേനോന്റെ മറ്റൊരു പ്രത്യേകത. ഒരുപക്ഷെ പലർക്കും ഇപ്പോഴും മിന്നുകെട്ട് എന്ന സീരിയലിലെ കഥാപാത്രത്തിലൂടെയായിരിക്കും ധന്യ മേനോനെ ഇപ്പോഴും കൂടുതൽ അറിയാൻ കഴിയുന്നത്. എന്നാൽ ഇടക്കാലത്ത് ഒരു മുൻനിര നായികയിലേക്ക് ഉയരാനുള്ള ശ്രമം നടത്തിയെങ്കിലും കാര്യമായ ഫലമുണ്ടായില്ല. 2004 അഭിനയം നിർത്തിയ ധന്യ മേനോൻ കുടുംബസമേതം സൗദി അറേബ്യയിൽ സെറ്റിൽഡ് ആണ്. താരം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒന്നും ആക്റ്റീവ് അല്ല. മൂന്നാം പക്കം 1987 പത്മരാജൻ സിനിമയാണ് മൂന്നാം പക്കം. സിനിമയിലെ ജയറാം പ്രണയിക്കുന്ന പെൺകുട്ടിയെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കേവലം ഒരൊറ്റ മലയാള സിനിമയിൽ മാത്രം അഭിനയിച്ച് പിന്നീട് അപ്രത്യക്ഷമായി പോയ ഈ നടിയുടെ പേര് കൃതി സിംഗ് എന്നാണ്. ഒരു മലയാളി അല്ലെങ്കിലും ഒരു ഹാഫ് മലയാളി ലുക്ക് ഉണ്ടായിരുന്ന ഈ നടിയുടെ ആദ്യത്തെ സിനിമയും കൂടിയായിരുന്നു മൂന്നാം പക്കം. അതിനുശേഷമാണ് ബോളിവുഡിൽ അമിതാഭ് ബച്ചൻ, മുകേഷ് ഖന്ന, സഞ്ജയ് ദത്ത് ഉൾപ്പെടെ ഒരുപാട് സൂപ്പർ താരങ്ങളുടെ സിനിമകളിൽ ഭാഗമായത്. അക്ഷയ് കുമാറിന്റെ ഡാൻസർ എന്ന സിനിമ അഭിനയിച്ചതും ഇതേ നടിയായിരുന്നു. 1990 പുറത്തിറങ്ങിയ ബോളിവുഡിന്റെ ടാർസൻ സിനിമയായ ജംഗിൾ ലവിൽ ഒരുപാട് റിസ്ക് എടുത്ത് അഭിനയിച്ചതും ഇതേ കൃതി സിംഗ് ആയിരുന്നു. 90കളുടെ അവസാനത്തിൽ അഭിനയം നിർത്തിയ കൃതി സിംഗ് പിന്നീട് എവിടെ പോയി, അവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇന്നും ആർക്കും അറിയില്ല. ശ്രീജ ചന്ദ്രൻ എന്ന ഈ ഒരു പേര് നിങ്ങൾക്ക് അധികം പരിചയമില്ലെങ്കിലും മുഖം കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആളെ മനസ്സിലാക്കാൻ കഴിയും. 90കളുടെ അവസാനത്തിലും 2000 തുടക്കത്തിലും നമ്മൾ കണ്ട പല മലയാള സിനിമകളിൽ വന്നിരുന്ന ഒരു നടിയായിരുന്നു ശ്രീജ ചന്ദ്രൻ. ഒരുപക്ഷെ പുലർവട്ടം എന്ന സിനിമ കണ്ടിട്ടുള്ളവർക്ക് അതിലെ സമൂഹം പരിഹസിച്ച് ഒറ്റപ്പെടുത്തിയ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ വെളിച്ചം കൊടുക്കുന്ന നല്ല അധ്യാപികയുടെ റോൾ ചെയ്ത ശ്രീജയെ പെട്ടെന്നൊന്നും മറക്കാൻ കഴിയില്ല. അടൂർ ഗോപാലകൃഷ്ണന്റെ കഥാപുരുഷനിൽ ചൈൽഡ് ആർട്ടിസ്റ്റായി അഭിനയിച്ചുകൊണ്ടാണ് ശ്രീജ മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നത്. അതിനുശേഷം കൃഷ്ണ ഗോപാലകൃഷ്ണ, വാൽക്കണ്ണാടി, വടക്കും നാഥൻ, സഹോദരൻ സഹദേവൻ തുടങ്ങിയ ഒരുപാട് മലയാള സിനിമകളിൽ ചെറിയ വേഷങ്ങളിൽ വന്ന ശ്രീജ 2008 അഭിനയം നിർത്തി സിനിമാ ലോകത്തോട് വിട പറഞ്ഞു. വിവാഹിതയായതിനു ശേഷം ചെറിയ വെബ് സീരീസുകളിൽ അഭിനയിച്ചെങ്കിൽ പോലും കഴിഞ്ഞ 15 വർഷമായി ശ്രീജ മലയാളത്തിൽ അഭിനയിച്ചിട്ടില്ല. രൂപിണി
1992 കുണുക്കിട്ട കോഴി എന്ന സിനിമയിൽ ഇന്റർവ്യൂവിന് വരുന്ന ജഗദീഷിന്റെ ജോലി തട്ടിയെടുത്ത സാമർത്ഥ്യക്കാരിയായ പെൺകുട്ടിയെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കേവലം 5 മലയാള സിനിമകളിൽ മാത്രം അഭിനയിച്ച ഈ നടിയുടെ പേരാണ് രൂപിണി. നായകനെ കടത്തിവെട്ടി പെർഫോം ചെയ്യാൻ സാമർത്ഥ്യമുള്ള രൂപിണി 90കളിലെ സൂപ്പർ താരങ്ങളുടെ നായികയായിരുന്നു. മോഹൻലാൽ, ജയറാം, ജഗദീഷ് എന്നിവരുടെ കൂടെ മികച്ച കഥാപാത്രങ്ങൾ ചെയ്ത രൂപിണി വെറും 4 വർഷം മാത്രമാണ് മലയാള സിനിമയിൽ ചെലവഴിച്ചത്. നല്ല കഴിവും സൗന്ദര്യവും ഉണ്ടായിരുന്ന രൂപിണി എന്തുകൊണ്ട് സിനിമാ ജീവിതം പെട്ടെന്ന് അവസാനിപ്പിച്ചു എന്നുള്ള ചോദ്യത്തിന് ഇതുവരെയും ഉത്തരം കൊടുത്തിട്ടില്ല. അഭിനയം വിട്ടതിനു ശേഷം രൂപിണി ചില TV ഷോകളിൽ ജഡ്ജായി വന്നിരുന്നു. തിരക്കാണെങ്കിൽ പോലും രൂപിണി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതോടൊപ്പം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.